ഇക്കഴിഞ്ഞ മെയ് 2-ാം തീയതിയാണ് പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ സ്കൂളിനകത്തെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും തുടർന്ന് മെയ് 7 ആ വിദ്യാർത്ഥിയുടെ കുടുംബവും ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. പ്രസൻറ്റേഷൻ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിദ്യാർത്ഥി ഒട്ടനവധിയായിട്ടുള്ള ചൂഷണങ്ങൾ നേരിട്ടുവെന്നും അതിൻ്റെ ഭാഗമായി അവിടെ പഠിപ്പിക്കുന്ന HMഉം ക്ലാസ് ടീച്ചറും ഉൾപ്പെടെയുള്ള ടീച്ചർമാർ ഈ തേജസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവനെ മുട്ടിൽ നിർത്തുക, അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയെ ആനുവൽ ഡേയിൽ പങ്കെടുപ്പിക്കാതിരിക്കുക, ഒടുവിൽ TC ചോദിച്ച ഘട്ടത്തിൽ TC കൊടുക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് ആ വിദ്യാർത്ഥിയുടെ മരണശേഷം നമ്മുടെ കേരളക്കരയും പെരിന്തൽമണ്ണയും ആകെ ഞെട്ടലുളവാക്കിക്കൊണ്ട് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ വിഷയത്തെ അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ വിദ്യാർത്ഥിയുടെ കുടുംബമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ തന്നെ SFI നേതൃത്വം സംസാരിക്കുന്നൊരു സ്ഥിതിയുണ്ടായി. കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ വീടുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ അവരെ വലിയ ആശങ്കകളാണ് ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്കൂളിൽ ചെന്ന ഘട്ടത്തിൽ ആ സ്കൂളിലെ അധ്യാപികമാരെ അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ടവരെയൊന്നും ആദ്യഘട്ടത്തിൽ കാണാൻ വേണ്ടി സാധിച്ചില്ല. അതിനെ തുടർന്നാണ് മെയ് 8-ാം തീയതി ഇത്രയും വലിയ ഒരു വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് ആ സ്കൂൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ വലിയ സമരം ഏറ്റെടുക്കുകയും സമരം ഞങ്ങൾ സ്കൂളിന് പുറത്തു വെച്ച് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. പക്ഷേ അവിടെ ആ ഒരു സാഹചര്യമായിരുന്നില്ല. അവിടെ അധികാരികൾ ചർച്ചയ്ക്ക് വരുന്നൊരു സാഹചര്യം നിലവിലില്ലാത്ത ഘട്ടമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് സമരം സംഘടിച്ചെത്തുകയും സ്കൂളിനകത്ത് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയ ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുൾപ്പെടെയുള്ളൊരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് അവിടെ അധികാരികളുമായി സംസാരിക്കുന്ന സ്ഥിതിയുണ്ടായി. അധികാരികൾ നമ്മളോട് മുന്നോട്ട് വെച്ചത് 10 ദിവസത്തിനകം ആ സ്കൂളുമായി ബന്ധപ്പെട്ട അധികൃതരും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് അവിടെ ഒരു ഇന്ത്യൻ കമ്മിറ്റി രൂപീകരിച്ച് അവിടെ ഈ പറഞ്ഞ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നിലയിൽ അവിടെയുള്ള അധ്യാപകർക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ അവരെ പുറത്തു നിർത്തുന്ന സമീപനം സ്വീകരിക്കാമെന്ന് ആദ്യഘട്ട ചർച്ചയിലും തുടർന്നൊരു 10 ദിവസത്തെ താമസമവരെടുത്ത് ഇന്ത്യൻ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്കും വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIക്കും കൈമാറിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അവിടെ ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ള HMനെയും ക്ലാസ് ടീച്ചറെയും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി എന്ന ഒരു തീരുമാനത്തിലേക്ക് അവിടുത്തെ ആദ്യത്തെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടായി ആ സ്കൂൾ കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട പോലീസ് മേധാവികൾക്കും വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIക്കും അവരുടെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടമാണ് നടക്കേണ്ടിയിരിക്കുന്നത്. ആരോപണ വിധേയരായിട്ടുള്ളവരെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തി SFIയുടെ സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ഒരാവശ്യം അതായിരുന്നു. ഇനി തുടർന്നുള്ള നാളുകളിൽ പോലീസുമായി നിയമ സംവിധാനവുമായി ചേർന്ന് നിന്നുകൊണ്ട് SFI എന്ന നിലയിൽ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എല്ലാവിധ പിന്തുണയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. തേജസിൻ്റെ നീതിക്കായുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെയും SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.